ചൈനീസ് വാസ്തുവിദ്യയുടെ മഹത്വവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഫെങ് ഷുയി. ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. സ്വാഗതം സർ. സർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഒരു വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ വീടിൻ്റെ പ്ലാൻ നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫെങ് ഷുയിൽ നോക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഒരു വീട് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നു, അതിൻ്റെ ഗൃഹനാഥൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരാൾക്ക് മാത്രം ഇത്തരം വാസ്തുവിദ്യയിലും ഫെങ് ഷുയിലുമൊക്കെ താല്പര്യവും മറ്റുള്ളവർ അതിനോട് യാതൊരു യോജിപ്പും പ്രകടിപ്പിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ എന്താണ് സർ അത് നമുക്ക് ചെയ്യാൻ സാധിക്കുക? അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തമാശ രൂപത്തിൽ വേണമെങ്കിൽ എൻ്റെ ആൻസർ പറയാൻ പറ്റും. ഗ്രഹനാഥന് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വീട് സക്സസ് ആവും ഇല്ല. ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇപ്പം ഒരാൾക്ക് അത് നമ്മൾ കഴിഞ്ഞ 2-3 എപ്പിസോഡിന് മുമ്പേ പറഞ്ഞു വീട്ടിൽ അടിയടക്കേണ്ട കാരണം എന്താണെന്ന്. ഇതൊരു കാരണമാണ്. കാരണം വെച്ചാൽ ഗ്രഹനാഥൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഗ്രഹനാഥൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന രീതിയിൽ സക്സസ് ആവാൻ പറ്റും എന്നുള്ളൊരു തോന്നലുള്ളപ്പോൾ അത് ആദ്യം അതേ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഗ്രഹനാഥയ്ക്കാണ്. ഗ്രഹനാഥയ്ക്ക് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ ആ വീട്ടിൽ ഇനി ഫെങ് ഷുയി അല്ല, ഇനി എന്തൊക്കെ ചെയ്താലും സക്സസ് ആവത്തില്ല. ആദ്യം വീട്ടിനകത്തുള്ള എല്ലാവരുടെ ഒരു ഐക്യതയാണ് ആവശ്യം. പല ആൾക്കാരും എന്നെ വിളിക്കാറുണ്ട്, സാർ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്, പുള്ളിക്കാരൻ അറിയാതെയാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ പറയും പറ്റത്തില്ല, അത് അറിഞ്ഞിട്ടേ ചെയ്യാൻ പാടുള്ളൂ. കാരണം അവിടെ ഒരു ഐക്യതയാണ് ആവശ്യം. കാരണം ഇപ്പം സ്വാഭാവികമായിട്ട് വീട് ഫെങ് ഷുയി ചെയ്തു, ഗ്രഹനാഥയ്ക്ക് നല്ല രീതിയിൽ നല്ല പോസിറ്റീവായിട്ട് എഫക്റ്റ് അവിടെയുണ്ട്. ഗ്രഹനാഥൻ ഇങ്ങോട്ട് വന്നിട്ട് നീ ഇതൊക്കെ എവിടുന്ന വാങ്ങിച്ചു വെച്ച്, ആരുടെ ചോദിച്ചിട്ട് വാങ്ങിച്ചു വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ കലഹമായില്ല. അത് എപ്പോഴും ആ കുടുംബത്തിലുള്ള ഗ്രഹനാഥനെയും ഗ്രഹനാഥയും തമ്മിൽ ആലോചിച്ചിട്ട് വേണം മറ്റത് ചെയ്യാൻ. ഏതൊരു അവരുടെ ആ ഒരു ഐക്യത അവിടെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 50% ഓക്കെ ആയി കഴിയും അല്ലേ. മറ്റതെപ്പോഴും ഗ്രഹനാഥം ചെയ്യണമെങ്കിൽ അയ്യോ ഭാര്യയ്ക്ക് ഇഷ്ടമാവും അല്ലെ, അവളെന്തെങ്കിലും പറയൂ, ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുമ്പോൾ നമുക്ക് അപ്പോൾ ഒരു നെഗറ്റീവ് ഫീലിംഗ് അല്ലേ അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അവർ തമ്മിലൊരു ഡിസ്കഷൻ അവിടെ നടക്കുക, അവർ തമ്മിലൊരു ഐക്യത ഉണ്ടാക്കുക, രണ്ടുപേരുടെ അഭിപ്രായം അനുസരിച്ച് ചെയ്യുക. ഒരേ മനസ്സോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് കാര്യങ്ങളും സക്സസ് ആവത്തുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു വിജയം ഈ ഫെങ് ഷുയിക്കകത്ത് കിട്ടും. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞു, പ്ലാൻ കറക്റ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതൊന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. പുതിയ വീട് വയ്ക്കുവാൻ നമ്മൾ പ്ലാൻ കറക്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് അതിൻ്റെ ഔട്ട്ലൈൻ കറക്റ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിലുള്ള റൂമുകൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ഫെങ് ഷുയിയുടെ അപ്ലൈ ചെയ്യുക. പുതിയ വീട് വയ്ക്കുവാൻ അപ്പം നമ്മളൊരു പ്ലോട്ടുണ്ട്, അവിടെ ഒരു വീട് വയ്ക്കണം എന്ന് വിചാരിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടതാണ് ഔട്ട്ലൈൻ നോക്കുക. അതിൽ ഞാൻ 5 പ്രായമുണ്ട് എന്ന് പറഞ്ഞു: ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം, മരണം. അതിൽ യൗവനം, കൗമാരം ഈ 2 ടൈപ്പിലുള്ള വീടുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അതിനകത്തുള്ള ഔട്ട്ലൈൻ നമുക്ക് എടുക്കുക. അതിനകത്ത് ഫെങ് ഷുയി പ്രകാരം വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, അതിൽ എത്ര ഡിഗ്രി ആംഗിളിൽ വാതിൽ വരണം, അതൊക്കെ ഞാൻ മുമ്പുള്ള പല എപ്പിസോഡിലും പറഞ്ഞു. പ്രധാന വാതിൽ എത്ര ഡിഗ്രി ആംഗിളിലൊക്കെ വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ ആ വാതിലിനെ ക്രമീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് വരുന്ന എനർജി ഏതൊക്കെ ലെവലിലാണ് വരുന്നത്, അത് ഏതൊക്കെ റൂമിൽ ഏതൊക്കെ രീതിയിൽ നിൽക്കുന്നു, അതിനെയൊക്കെ ആസ്പദമാക്കിയായിരിക്കണം വീടിനകത്തുള്ള റൂമുകൾ സെറ്റ് ചെയ്യേണ്ടത്. അത് ഫെങ് ഷുയി മുഖേനയാണ് ഏറ്റവും നല്ലത്. അതേപോലെ ഗ്രഹനാഥനും ഗ്രഹനാഥയ്ക്കൊക്കെ ഇഷ്ടമില്ലെങ്കിൽ നോക്കേണ്ട കാര്യമില്ല. ആ ഒരു രീതി അനുസരിച്ച് സെറ്റ് ചെയ്ത് പോയാൽ വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകും. പിന്നെ ഈ എന്താ പറയുക, ഈ വലിയ വലിയ ഫ്ലാറ്റൊക്കെ ആൾക്കാർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം അവർ ചെയ്യാറില്ല. അവർക്ക് ഉള്ള സ്ഥലത്ത് വെച്ച് ഒരു വീട് സെറ്റ് ചെയ്യുക, അതൊക്കെയാണ് അവർ നോക്കുന്നത്. അതൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് താമസിക്കാൻ ചില ആൾക്കാരൊക്കെ ചെന്ന് അവിടെ താമസിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ ജോലിയുള്ള ആളാണെങ്കിൽ ജോലി നഷ്ടപ്പെടും. അതേപോലെ തന്നെ അസുഖങ്ങളില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ അസുഖങ്ങളുണ്ടാവും, സൂട്ടബിൾ അല്ല എങ്കിൽ. ഇപ്പോഴും നമ്മൾ വീട് ഫെങ് ഷുയി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആ വീട് നമുക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്കല്ല പെട്ടെന്ന് അറിയാൻ പറ്റുന്നത്. പുറത്ത് പോയിക്കുന്ന ഒരാൾ വീട്ടിൽ വരുമ്പോഴാണ്. ഉദാഹരണം, ഇപ്പം ഹസ്ബൻഡ് ജോലിക്ക് പോയി തിരിച്ച് വീട്ടിൽ കയറി വരുമ്പോൾ വീട്ടിനകത്തുള്ള മാറ്റം പെട്ടെന്ന് ഫീൽ ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് അങ്ങനെ അതാണ് പെട്ടെന്ന് വിതിൻ 24 ഹവേഴ്സിനകത്ത് ചേഞ്ച് എന്ന് പറയാൻ കാരണം ആ വീടിനകത്തുള്ള വ്യത്യാസമാണ്. ആ ഒരു വ്യത്യാസം നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കുക. പിന്നെ എപ്പോഴും എന്താ പറയുക, പല വീടുകളിലും ഈ പഴയ സാധനങ്ങളൊക്കെ ഇട്ട് വാരിക്കൂട്ടി ഓരോ സ്ഥലം ഇട്ടയ്ക്കാറുണ്ട്. 1 വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന എല്ലാ സാധനങ്ങളും നെഗറ്റീവാണ്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക വീട്ടിലൊക്കെ സൂക്ഷിക്കേണ്ട സ്ഥലങ്ങളിൽ മാത്രം ഉപയോഗമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കോളൂ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വളരെ പൊട്ടിയതും ഉടഞ്ഞതുമായിട്ടുള്ള സാധനങ്ങൾ, ഇതേപോലെ തന്നെ 1 വർഷമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന ഡ്രസ്സുകൾ, പിന്നെ ഈ പഴയ ഫർണിച്ചറുകൾ, പഴയ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ്,
ഇതൊക്കെ വളരെ വലിയ നെഗറ്റീവ് എഫക്റ്റ് നമുക്ക് എഫക്റ്റ് ചെയ്യും. അതൊക്കെ വീട്ടിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാലും വളരെ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്കുണ്ടാവും. അപ്പം എപ്പോഴും നമ്മൾ വീടാണ് ഒരു ഗ്രഹമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ 45%. 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരാൾ 45 വയസ്സ് വരെ ഉറക്കമായിരിക്കും എന്ന് പറയുന്നത്. അപ്പം അത് നമ്മുടെ വീട്ടിലാണ്. ആ എണീക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് എനർജി അതായിരിക്കണം എപ്പോഴും നമുക്ക് അന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് നമുക്ക് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ പ്രാർത്ഥനയും കാര്യങ്ങളും വിളക്ക് വയ്ക്കുന്നതും എല്ലാത്തിനും. വിളക്ക് വയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡ് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. എന്നാലും ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. ഒരു വീട്ടിൽ വിളക്ക് വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രിസന്ധ്യ സമയത്ത് വീടിൻ്റെ ഉമ്മറത്ത് വിളക്ക് എത്തിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ 10-13,000 പുറത്ത് വീട് ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ട്. അതിൽ ക്രിസ്ത്യൻസിൻ്റെ വീടുണ്ട്, മുസ്ലിംസിൻ്റെ വീടുണ്ട്, ഹിന്ദുക്കളുടെ വീടുണ്ട്. ഈ ചെയ്തിട്ടുള്ള എല്ലാ വീടുകളിലും ഇപ്പോൾ ത്രിസന്ധ്യ സമയത്ത് വീട്ടിൻ്റെ ഫ്രണ്ടിൽ വിളക്ക് കത്തിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കേസാണ്. വിളക്ക് ക്രിസ്ത്യാനികളുടെ വീട്ടിൽ കത്തിക്കുമ്പോൾ വിളക്കിൻ്റെ മുകളിലൊരു കുരിശുണ്ടാവും, മുസ്ലിങ്ങളുടെ വീട്ടിൽ കത്തിക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു ചന്ദ്രക്കല ഉണ്ടാവും. ഹിന്ദുക്കൾ സാധാ വിളക്ക് കത്തിക്കാറുണ്ട്. ഭദ്രദീപം 5 തിരിയിട്ട വിളക്കാണ് ഇപ്പോൾ എല്ലായിടവും കത്തിക്കാറ്. എന്തിനു വേണ്ടി അവർ വിളക്ക് കത്തിക്കുന്നത് വെച്ചാൽ എന്തിനു വേണ്ടി വിളക്ക് കത്തിക്കുന്നുള്ള സത്യാവസ്ഥ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം വീട്ടിലെല്ലാവരും വീട്ടിൽ വിളക്ക് കത്തിക്കാറുണ്ട് അല്ലേ? അതെന്തിനു വേണ്ടിയാണെന്ന് തിരിച്ചറിയാമോ? അറിയത്തില്ല. നമ്മളതൊരു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നുള്ളൊരു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് അത് എന്നെ എല്ലാവരുടെയും ചോദിക്കുമ്പോൾ പറയാറ് പണ്ടുള്ള അമ്മമ്മമാരോടെ ചോദിക്കുമ്പോൾ പറയാറ് ബാക്ക് ഡോർ ക്ലോസ് ചെയ്തിട്ട് വിളക്ക് കത്തിക്കണം, ലക്ഷ്മി ദേവി കടന്നു വരുമ്പോൾ പുറത്തോട്ട് പോകാതിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കത്തിക്കും. ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് സത്യമാണ്. ഒരു പോസിറ്റീവ് എനർജി വീട്ടിനുള്ളിലോട്ട് വരുന്നുണ്ട്. ആ എനർജി നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് നൽകുന്നതാണ്. അതിൻ്റെ സയൻറ്റിഫിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ വിളക്കിനകത്ത് നല്ലെണ്ണ ഒഴിച്ച് നമ്മൾ തിരിയിട്ട് കത്തിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്നൊരു പുക, അത് ത്രിസന്ധ്യ സമയത്ത് വരുന്ന ഇളം കാറ്റ് ഈ പുകയെ കൊണ്ടുവന്ന് എല്ലാ ബെഡ്റൂമുകളിലും കൊണ്ട് നിർത്തും. എല്ലാ ബെഡ്റൂമുകളിലും കൊണ്ട് നിർത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ 45% സ്വന്തം വീട്ടിലെ ബെഡ്റൂമാണ്. നമ്മൾ കിടക്കുന്ന സമയത്ത് ഈ വായു നമ്മൾ ശ്വസിക്കും. നമ്മുടെ ശരീരത്തിലുള്ള അനീമിയ പോലുള്ള അസുഖങ്ങളുടെ പ്രൊട്ടക്ഷനാണ് ഈ വിളക്ക് കത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എന്താണ് അനീമിയ? തളർച്ച, വിളർച്ച, അലസത, മടി എല്ലാം ഈ അനീമിയയിലുള്ളതാണ്. അപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്, അയ്യോ വളരെ ക്ഷീണമാണ്, അനീമിയയുടെ പ്രോബ്ലം കൊണ്ടാണ്. ആ കുട്ടികൾക്ക് പല വീടുകളിലും ഞാൻ പോകുമ്പോൾ കുട്ടികൾക്ക് സന്തോഷം വരുമ്പോൾ വാങ്ങിച്ചു കൊടുക്കണ്ടെന്ന് പറയാറ്. കാരണം നമ്മുടെയൊക്കെ ഈ എന്താ പറയുക ഭക്ഷണ രീതിയിൽ തന്നെ ചെറിയ ക്രമീകരണങ്ങൾ മാറ്റിയാൽ മതി. ഈ നമ്മുടെ ചീനച്ചട്ടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇരുമ്പ് ചട്ടി, അതിലൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ മെഴുക്കുരട്ടി എന്ന് പറയും, വടക്കോട്ടൊക്കെ ഉപ്പേരി എന്ന് പറയും. അത് സാധാരണ പച്ചക്കറി ഇട്ട് നല്ലവണ്ണം ബ്ലാക്ക് കളറിലാവുന്നവരാക്കിയതിന് ശേഷം ഈ കുട്ടികളുടെ ഫുഡിൻ്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ അവരുടെ ആവശ്യമുള്ള അയണിൻ്റെ കണ്ടന്റ് അവരുടെ ശരീരത്തിൽ കിട്ടും. ഈ പറയുന്ന ബുദ്ധിശക്തി ഇത് കുറയുക, പഠിച്ചാൽ മനസ്സിലാവാതിരിക്കുന്ന ഇതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ ഫുഡിലൂടെയും വീട്ടിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോയാലും ഈ പറയുന്ന എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് മാറ്റം ഉണ്ടാകും. ഇപ്പം കുട്ടികൾ പഠിക്കാതിരിക്കുന്നതെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു. ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ അച്ഛനമ്മമാർ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റം അവർക്കുണ്ടാകും. അപ്പം ത്രിസന്ധ്യ സമയത്ത് വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത് കൊണ്ട് ലക്ഷ്മി ദേവി എന്ന് ഉദ്ദേശിച്ചത് പണ്ടുള്ള ആചാര്യന്മാർ ഉദ്ദേശിച്ചത് ആ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഒരു മനുഷ്യൻ്റെ നല്ല രീതിയിൽ ആ മനുഷ്യൻ്റെ ശരീരത്തെ ഫിൽട്ടർ ചെയ്തുകൊണ്ട് നല്ല രീതിയിലൊരു ഉന്മേഷം ഉണ്ടാക്കുവാനുള്ള കഴിവാണ് ഈ പറയുന്ന വിളക്ക് എത്തിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന പുകയിൽ നിന്നൂടെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ കിട്ടുന്നത്. അത് നമ്മൾ ശ്വസിക്കുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ നല്ല ഫ്രഷ് മൈൻഡായി നമുക്ക് കിട്ടാൻ പറ്റും. വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു സൂര്യോദയത്തിന് മുന്നേ ഉറക്കം എണീക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂര്യനിൽ നിന്ന് വരുന്ന ആ പ്രകാശം സൂര്യോദയത്തിന് മുന്നേ നമുക്ക് ശരീരത്തിൽ അത് കിട്ടിക്കഴിയുമ്പോൾ ഇതേപോലെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് അവിടെയും ഉണ്ടാക്കാൻ കഴിയും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ജീവിതത്തിൽ ഒരടുക്കും ചിട്ടയും ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് ഫെങ് ഷുയിയും അതേപോലെ തന്നെ ഇന്ത്യൻ വാസ്തു. ഏതായിരുന്നാലും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുവാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനം എങ്ങോട്ടാണ് നോട്ട് ചെയ്തതിനു ശേഷം വിളിക്കുക. നമസ്കാരം.